നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഇലക്ഷൻ സമയത്തൊക്കെ വോട്ടും മറ്റുമൊക്കെ ചേർക്കാനും അതിനൊക്കെ വരും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ആ കുട്ടി പറഞ്ഞ് മോനെ കൂടെ വോട്ട് ചേർക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ വോട്ടൊക്കെ ചേർത്ത് ഞാനാണ്. പിന്നെ വളരെ സൈലൻ്റാണ്, ആരുമായിട്ടും അങ്ങനെ സംസാരിക്കില്ല, വലിയ കൂട്ടുകാരും മറ്റുമൊന്നുമില്ല, വലുതായിട്ട് കൂട്ടുകാരൊന്നുമില്ല, ആരുമായിട്ടും അങ്ങനെ ഒരു ഇടപഴകിയുള്ളൊരു ജീവിതമല്ല, ഒറ്റയ്ക്കുള്ള പോകും വരവുമാണ്. എന്നാൽ ഈ ഇളയ കുട്ടിയായിട്ടൊക്കെ വളരെ അടുപ്പമാണ്. ഈ കുന്നു എന്ന് പറയുന്ന കുട്ടിയായിട്ട് വളരെ അടുപ്പമാണ്. വീട്ടുകാർ ചില സമയത്തൊക്കെ ഈ പൈസയുടെ ആവശ്യം വരുമ്പോൾ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് പറയുന്നു, അല്ലാതെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാൻ പറ്റില്ലല്ലോ. അതാണ് മറ്റേ തർക്കങ്ങൾ വരാറുണ്ടെന്നാണ് പറയുന്നത്. പണ്ടൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് വലിയ വിഷമമൊക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ടൊരു 5-8 കൊല്ലത്തിന് മുമ്പാണത്. ഇതാണ് അതിലൊക്കെ ഉള്ളതാണ്. അത് അങ്ങനെ അത് അറിയാനായിട്ട് അറിയാം, ഇവിടെ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെ ഇന്ന ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ നമുക്ക് ഇപ്പോഴും പറയുന്നത്. ഉപ്പ ഗൾഫിലാണല്ലോ, അതുകൊണ്ട് പിന്നെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇയാളും ഗൾഫിലായിരുന്നു, വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് ഒരു 3 മാസത്തിന് മുമ്പ് പോയിട്ട് ഇപ്പം വന്നിട്ട് 3 മാസത്തിന് ആയി വന്നത്, പോയിട്ട് 3 മാസം വിസിറ്റിങ്ങിൽ പോയിട്ട് 3 മാസമായി വന്നപ്പോൾ തിരിച്ച് വന്നിട്ട് ഒന്നുമില്ല ഒന്നും ഉള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. നല്ല സഹകരണമൊക്കെയാണ്. പക്ഷേ ഇയാൾ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് ആദ്യം. ഇവിടുന്ന് ഇവരെ തന്നെ പിന്നെ ഇത് ആൾ പറയുന്ന ഉള്ള അറിവും കൂടെയാണ്, ഇവരെ തന്നെ കഴുത്തി ഞെരിച്ച് അടിച്ച് തറയിൽ അടിച്ചിട്ടാണ് അവർ മരിച്ചെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അപ്പം അങ്ങോട്ടും ഈ വാപ്പാടെ ഉമ്മേരെ വീട്ടിൽ അവിടെ ചെന്ന് പൈസ എന്തോ ആവശ്യപ്പെട്ട് കൊടുക്കുകയോ എന്താ ചെയ്തിട്ട് കൊടുക്കാതെ വന്നപ്പോഴത്തേക്ക് അവരെ എന്താ പറയുക ഈ കഴുത്തിൽ ഷാൾ വിട്ട് അടിച്ച് അങ്ങനെയാണ് അവർ മരണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മൂത്ത മകൻ ചുള്ളാളത്താണ്, ഇതിൻ്റെ മൂത്ത ആൾ ഇയാളെ അവൻ്റെ വലിയ വാപ്പായും ഉമ്മയും താമസിക്കുന്ന ചുള്ളാളം ഈ SN പുരം എന്ന് പറയും, ആ സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഇവരറിയുമോ എന്നുള്ള കണക്കാക്കിയാണ് അവിടെ ചെന്ന് ഒരു കട്ടിലിട്ട് അവർ തന്നെ അടിച്ച് എന്നിട്ട് തലച്ചോറിൽ അടിച്ചു വന്നിട്ട് ഇവിടെ വന്ന്. പെൺകുട്ടി ഇവിടെ നേരത്തെ വരുന്നതായിട്ട് അറിയാമായിരുന്നോ? ഈ കൊണ്ട് നടക്കുന്നെന്ന് പറയും, നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളതാണ് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം മുക്കുന്നൂരെന്ന് പറയും, അവിടെ ഉള്ളതാണ് ഈ പെൺകുട്ടി. അപ്പോൾ ഇത് അവർക്കൊക്കെ അറിയാമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ അറിയാമോ എന്നൊന്നുള്ളവരും നമുക്കറിയില്ല പെൺകുട്ടിയായിട്ടുള്ള അടുപ്പം. പക്ഷേ പെൺകുട്ടിയും കൂടെ വിളിച്ചു വരുത്തിയത് എന്തിൻ്റെ ഇത് ചെയ്തു എന്നുള്ളത് ആർക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ആളുകളും അതുതന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ പെൺകുട്ടി ഫർസാന ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഫർസാന ഇത്തരത്തിൽ ഇവരുമായി, അതായത് അഫാനുമായിട്ട് അടുപ്പമുള്ളതായിട്ടുള്ള കാര്യമൊന്നും നാട്ടുകാർക്കൊന്നും അറിയില്ല. നേരത്തെയും അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു, പക്ഷേ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല. അതിന് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അയൽവക്കക്കാരൻ പറയുന്നത്. ഈ വീടിൻ്റെ ഒരു ഇടത് ഭാഗത്ത് താമസിക്കുന്ന ഒരാളാണ് നമ്മളിപ്പോൾ പ്രതികരിച്ചത്. പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അപ്പോൾ നേരത്തെ ആത്മഹത്യാ പ്രവണതയൊക്കെ കാണിച്ചിട്ടുള്ള ഒരാളാണ് അഫാൻ. അപ്പോൾ അഫാൻ്റെ ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വാശിയോടുകൂടി പെരുമാറുന്ന ഒരാളാണ് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അത്തരത്തിലൊരു വാശിയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊലപാതകത്തിലെ കുറ്റസമ്മതമാണ് ഒരുപക്ഷെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5 പേരെയും കൊലപ്പെടുത്താനായിട്ടുള്ള വ്യക്തമായ കാരണം കണ്ടെത്തുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും. കാരണം പ്രണയവും സാമ്പത്തിക പ്രശ്നവും മാത്രമാണോ അഫാനെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്? അല്ലെങ്കിൽ ഈ 2 പ്രണയവും സാമ്പത്തിക പ്രശ്നവും ആണെങ്കിൽ പോലും രണ്ടിലും സാധൂകരിക്കപ്പെടാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഫർസാനയുടെ കൊലപാതകമാണ്. ഫർസാനെ എന്തിനിലേക്ക് വലിച്ചഴിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും വേണ്ടപ്പെട്ടവരെയൊക്കെ കൊലപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അത്രയും കൊലപ്പെടുത്താനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ദുർഘടമായിട്ടുള്ള കാര്യം. അതാണ് ഒരുപക്ഷെ ഇനി കണ്ടെത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നത് 2 പേർക്കേ ഉള്ളൂ.
ഉള്ളൂ. ഒന്ന് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഉമ്മയ്ക്ക്, മറ്റൊന്നെന്ന് പറയുന്നത് അഫാനാണ്. അഫാൻ ഇത്രയും നേരം പറഞ്ഞ മൊഴികളെന്ന് പറയുന്നത് ഞാൻ അവരെ കൊന്നു, പണത്തിന് ആവശ്യം വന്നതുകൊണ്ട് ഞാൻ അവരെ കൊന്നു, ആ ഒരു മൊഴി മാത്രമാണ് അഫാൻ നൽകിയിട്ടുള്ളത്. ഈ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഗുരുതരമായിട്ട് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഉമ്മ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ ആ ഉമ്മയുടെ മൊഴികളാണ് ഇനി ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇരിക്കുന്നത്. ഒരുപക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരുപക്ഷെ ഈ മരണം നടക്കുന്നതിന് മുമ്പ് എന്താണ് ഉമ്മയുമായിട്ട് സംസാരിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ഈ ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂടിലേക്ക് പോകുന്ന സമയത്ത് അതിനിടയിൽ വെച്ച് അഫാന്റെ ഫോണിൽ ഒരു കോൾ വന്നിട്ടുണ്ട്. ആ ഫോണ് വലിയപ്പ വിളിച്ച ലത്തീഫ് വിളിച്ച കോളാണ്. എന്താണ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, പക്ഷെ ലത്തീഫ് വിളിച്ച കോളാണ്. അപ്പോൾ ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിനിടയിൽ ലത്തീഫുമായിട്ട് അഫാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു കാരണമാണോ എന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ബന്ധുക്കളോടൊപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടെ ജീവിക്കാമെന്ന് ഉറപ്പ് കൊടുത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയും കൊലപ്പെടുത്തി എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. ആ കുഞ്ഞു മോനെയും വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. അവന് ഭക്ഷണം വാങ്ങിക്കൊടുത്തത്, അതായത് ഏറ്റവും സങ്കടപ്പെട്ട കാര്യം, അവൻ സ്കൂൾ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി ഈ വീട്ടിൽ വരുന്ന സമയത്ത് കതക് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അവൻ ഇവിടുന്ന് താക്കോൽ അപ്പുറത്തെ വീട്ടിലാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് താക്കോലില്ല. തിരിച്ചു വരുന്ന സമയത്ത് അഫാനെ കാണുന്നു. അഫാൻ അവനെയും കൂട്ടി ജംഗ്ഷനിൽ പോയി ഭക്ഷണം വാങ്ങുന്നു. ഭക്ഷണം വാങ്ങിയിട്ട് അഫാൻ ഈ കുട്ടിയെ ഓട്ടോയിൽ കയറ്റിയാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ കുട്ടി ഭക്ഷണം കൊണ്ട് വരുന്ന സമയത്ത് അഫാൻ തിരികെ കൂടെ വരുന്നു. ഈ കുട്ടി ഭക്ഷണം പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറുന്ന സമയത്താണ് അഫാൻ ഈ കുട്ടീനെ ആക്രമിക്കുന്നത്. ആ കുട്ടി മരണപ്പെടുന്നു. അപ്പോൾ അവൻ ഏറ്റവും അവസാനമായിട്ട് അവന് ഭക്ഷണം കൊടുത്ത് അവന് വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മരണമാണ് ഒരുപക്ഷെ ഈ നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വേദനയായിട്ടുള്ളത്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആ കടയിൽ അമ്മയും അങ്ങനെയാണ് പറയുന്നത്, കൂടപ്പിറപ്പല്ലേ, അതിനെ കൊല്ലാതെ വിട്ടുകൂടായിരുന്നു എന്നാണ് അവരും ചോദിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കൊലപാതകമാണ് ഏറ്റവും സങ്കടമായിട്ടുള്ള കാര്യം. ആ കുട്ടി വളരെ സങ്കടകരമായ അല്ലെങ്കിൽ നടക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും അഫാന്റെ മൊഴി കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം കൂടി ഒരു ഘട്ടത്തിലുണ്ട്.